ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഇതൊക്കെ ആര് കറി വെക്കും? എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. നീ തന്നെ അങ്ങ് കറി വെച്ചാ മതി. അയ്യോ, അതിന് ബീഫും കരിമീനൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഓ എടി, കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് ക്വാർട്ടേഴ്സിലോ അവന്റെ വീട്ടിലെ പോയി താമസിച്ചാ പോരായിരുന്നോ? വിരുന്നിന് വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നല്ലോ. ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കുന്നത് അത്ര നല്ല ശീലമല്ലെന്ന് അവനോട് പറഞ്ഞേക്ക്. അമ്മ എന്താ ഈ പറയുന്നേ? അങ്ങനെ നിസ്സാരമായിട്ട് കരുതല്ലേ. മുറിവെങ്ങാനും പഴുത്താ പിന്നെ അത് മതി. കോടതിയിൽ കേസ് വാദിക്കേണ്ട ആളാ, അത് മറക്കരുത്. നിയമം കോടതിയിൽ വാദിക്കലൊക്കെ എളുപ്പം, പക്ഷേ ഇതുപോലുള്ള ഗുണ്ടകളെ സൂക്ഷിക്കണം. എന്തായാലും സച്ചേവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചല്ലോ. പിന്നെ ഏൽപ്പിക്കാതെ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് വെച്ച് ഒരു TT എടുത്തിട്ട് പോയാൽ മതി. കേറ്. പോവാം. ശിശിരേ, നീ എന്തു പണിയാ കാണിച്ചേ? അവളെ കൊണ്ട് ഇതിനാ പണം കൊടുപ്പിച്ചേ? ഒരു പുതിയ മരുമോൻ ഈ വീട്ടിലേക്ക് വന്നിട്ടേ അമ്മ ഇങ്ങനെ അമ്മായിയമ്മ പോര് കാണിക്കല്ലേ. എന്റെ ഭർത്താവിന് ഇത്തിരി നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. നല്ലതുപോലെ ഒരു കല്യാണ സദ്യയോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതെല്ലാം നിങ്ങള് കാരണമാ. മരുമകന് വിഭവസമൃദ്ധമായ ആഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടതേ അമ്മായിയമ്മയുടെ ചുമതലയാ. അമ്മയ്ക്ക് അത്ര വിഷമമായെങ്കിലേ അമ്മ ഇതൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്തേക്ക്. നീ ഇത്രയ്ക്ക് ബുദ്ധിമതിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനിപ്പോ കുറച്ച് നെയ്മീനും കരിമീനും മേടിച്ചാണോ ഇത്ര പ്രശ്നം? അത് മാത്രമല്ലല്ലോ പ്രശ്നം. അമ്മ വെറുതെ ശിശിരേച്ചോട് വഴക്കിടണ്ട. പൈസ ഞാനല്ലേ കൊടുത്തേ. എന്റെ കയ്യിൽ നിന്ന് ചോദിക്കാനും മേടിക്കാനുള്ള അവകാശമൊക്കെ ചേച്ചിക്കുണ്ടല്ലോ. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഈ കരിമീനും നെയ്മീനും എല്ലാം മുറിച്ച് വൃത്തിയാക്കി കൊണ്ടുവരാനാ ഏർപ്പാടാക്കിയിരുന്നേ, അറിയോ? ഇനി മീറ്റ് സ്റ്റോളിൽ നിന്ന് ചിക്കനും മട്ടനും കൂടെ വരാനുണ്ടേ. അമ്മ അതിന്റെ കാശുകൂടെ എടുത്തു വെച്ചേക്കണേ. അപ്പോ ഇതൊന്നും പോരെ? ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചെലവ് അടിപൊളിയാവട്ടെ. അല്ല, ഇതൊക്കെ ആര് കറി വെക്കും? എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. നീ തന്നെ അങ്ങ് കറി വെച്ചാ മതി. അയ്യോ, അതിന് ബീഫും കരിമീനൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഓ എടി, കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് ക്വാർട്ടേഴ്സിലോ അവന്റെ വീട്ടിലെ പോയി താമസിച്ചാ പോരായിരുന്നോ? വിരുന്നിന് വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നല്ലോ. ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കുന്നത് അത്ര നല്ല ശീലമല്ലെന്ന് അവനോട് പറഞ്ഞേക്ക്. അമ്മ എന്താ ഈ പറയുന്നേ? ഇത്രയും വലിയ വീട് ഇവിടെ കിടക്കുമ്പോ ഞങ്ങൾ അവിടെ പോയി ആ ക്വാർട്ടേഴ്സിൽ താമസിക്കാനോ? നല്ല കാര്യമായി. അമ്മയെ അതിന്റെ നാണക്കേട് നിങ്ങൾക്കാ. രാജീവേട്ടനോട് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. അല്ലെങ്കിൽ തന്നെ ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ട വീടല്ലേ. നീ അവകാശം പറയാണോ? പറയിപ്പിക്കാതിരുന്ന അമ്മയ്ക്ക് നല്ലത്. അങ്ങനെ അവകാശം പറയാണെങ്കിൽ നീ തന്നെയല്ല ഉണ്ടാക്കി നിന്റെ ഭർത്താവിന് കൊടുത്താ മതി. മോളെ, നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി അതിന്റെ പേരില് നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കിടണ്ട. നമുക്കെല്ലാം കുറേശ്ശെ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കി തരാം, പോരെ? ഇന്നത്തെ ഫുഡ് എന്റെ വക സ്പെഷ്യൽ. ആഹാ, നീയാണ് യഥാർത്ഥ നാത്തൂൻ. സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കണ്ടുപിടിക്ക. കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങൾ എന്റെ അമ്മായിയമ്മയായിരിക്കും. അതാ എന്നോട് ഇത്രയ്ക്ക് പോരടിക്കുന്നെ. സമൃദ്ധേ, ഞാൻ പോയി രാജീവേട്ടനോടെ ഉച്ചയ്ക്കുണ്ണാൻ കറക്റ്റ് സമയത്തിന് വരണേന്ന് പറയട്ടെ. ഇതുപോലൊരു ജന്മം. സാരമില്ലമ്മേ, നമ്മൾ കുറച്ചൊക്കെ ക്ഷമിക്കണം. എന്തായാലും ഇന്നവർക്ക് നല്ലൊരു സദ്യ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോ പോലീസിൽ അറിയിക്കണ്ടേ? ഓ വേണ്ട, ഇനിയിപ്പോ ഇതിന്റെ പുറകെ നടന്ന സമയം കളയണ്ട. സച്ച് പൊക്കോ, എനിക്കിനി ഇവിടുന്ന് കുറച്ചു ദൂരേ ഉള്ളൂ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. ആ, അത് കൊള്ളാം. ഏതായാലും ഞാൻ കൂടുള്ളപ്പോ വക്കീൽ ഒറ്റയ്ക്ക് ഓട്ടോയിൽ പോവാനോ?
അത് നടക്കില്ല. നാളെ ഇനി ഏതെങ്കിലും ഒരു കേസ് വന്നാ വാദിക്കാൻ ആള് വേണമല്ലോ. ഞാൻ തന്നെ കൊണ്ടുവിടാം. ഓ, അപ്പൊ ഭാവിയിൽ വക്കീൽ ഫീസ് തരാതിരിക്കാനുള്ള പരിപാടിയല്ലേ? ഏതായാലും ഇത്രയൊക്കെ അടുപ്പത്തിലായ സ്ഥിതിക്ക് ഫീസിൽ കുറച്ച് ഇളവെങ്കിലും കിട്ടുമല്ലോ. വാ കേറ്. നല്ല വേദന കാണുമല്ലേ? ചെറിയ മുറിവാണെങ്കിലും നല്ല നീറ്റലുണ്ട്. ഇന്ന് വക്കീൽ കോടതിയിലെങ്ങും പോയില്ലേ? അല്ല, ഈ നേരത്ത് ഷോപ്പിങ്ങിനായി നടക്കുന്നുണ്ട് ചോദിച്ചതാ. ഒന്നും പറയണ്ട, രാവിലെ എണീറ്റപ്പോ പായസം കുടിക്കാൻ ഒരു മോഹം. അത് കൊള്ളാലോ. എന്നിട്ട് എന്നാ പിന്നെ ഇന്ന് ഓഫീസിൽ പോണ്ടാന്ന് കരുതി അതിനുള്ള സാധനങ്ങൾ വാങ്ങാനാ ഷോപ്പിംഗ് മോളിൽ വന്നത്. അതിനിടയ്ക്ക് ആ വൃത്തിയിട്ടവൻ വന്ന എല്ലാം കുളമാക്കി. അങ്ങനെ പെട്ടെന്നൊരു പായസം കുടിക്കാൻ മോഹം തോന്നാൻ ഇന്നത്തെ ദിവസത്തിന് അതിന് മാത്രം പ്രത്യേകത എന്താ? പ്രത്യേകത ഉണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡേയാ. എന്താ, കല്യാണാലോചനക്കാരെങ്കിലും വരുന്നുണ്ടോ? ഒന്ന് പോ സച്ചി, കല്യാണം മാത്രമാണോ നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ഡേ? ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ഭൂജാതയായ ദിവസമാ. അത് ശരി. അപ്പോ ഇന്നാണല്ലേ പിറന്നാള്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു സച്ചി. എന്തായാലും സച്ചി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്റെ ജന്മദിനവും മരണദിനവും ഒരു ദിവസം ആയേന്. അങ്ങനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പിറന്നാൾ ദിവസത്തെ ആഗ്രഹം ബാക്കി വെക്കണ്ട. ഇന്നത്തെ പായസം എന്റെ വക സ്പെഷ്യൽ. ഓ, അതിന്റെ മൂടൊക്കെ പോയി. എന്നെ വീട്ടിൽ വിട്ടാ മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വക്കീലേ, അവിടെ ഇരിക്കേ. അല്ല, എങ്ങോട്ടേ പോകുന്നത്? എന്റെ വീട് ആ വഴിക്കാ. പക്ഷേ നമുക്ക് പോണ്ടത് ഈ വഴിക്കാ. ഇവിടെ ഒന്നാം തരം പായസം കിട്ടുന്ന ഒരു കടയുണ്ട്. അതെവിടെ? അതൊക്കെ പറയാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കിരൺ, നാളെ എത്ര കേസുണ്ട്? സാർ, സെഷൻസിൽ 2 കേസുണ്ട്, CGM-ൽ 1. ഓക്കെ, CGM-ൽ രാവിലെ കിരൺ പോ. സെഷൻസ് ഞാൻ നോക്കിക്കോളാം. ശരി സാർ. ഹലോ അളിയാ, ഇവൻ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? അളിയൻ എന്നോട് പിണക്കണോ അളിയാ? മേലിൽ നീ എന്നെ അങ്ങനെ വിളിച്ചേക്കരുത്. നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത് അത് പറ. സ്വന്തം അളിയനെ പിന്നെ അളിയാന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്?